മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ഈശോയെ സമാധാനത്തിന്റെ രാജാവായിട്ടാണ് പ്രതിപാദിക്കുന്നത്. പ്രവാചകൻ പുസ്തകം കാണാൻ സാധിക്കും. യേശു സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും രാജാവാണ്. പാപികളായ മനുഷ്യർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കുന്ന ഒരു കർത്താവാണ് യേശു എന്ന് നാം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോ മനുഷ്യരെ ഭൂമിയിൽ അവതരിച്ചപ്പോൾ എന്താണ് മാലാഖമാർ പറഞ്ഞത്? യേശു സമാധാനത്തിന്റെ രാജാവാണ് എന്നാണ്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, യേശു അരുളി ചെയ്തു, സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഐക്യമല്ല ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ആണ് നമ്മുടെ രക്ഷകനായ യേശു ഈ വചനം പ്രഘോഷിക്കുന്നത്. ഞാൻ സമാധാനമല്ല കൊണ്ടുവന്നിരിക്കുന്നത്, വാളാണ്, ഐക്യമല്ല ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. ചില സമയങ്ങൾ നാം ചിന്തിച്ചിരിക്കുക, എന്തുകൊണ്ടാണ് ഇത്രയും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈശോ മനുഷ്യരെ പഠിപ്പിക്കുന്നതെന്ന്. സമാധാനത്തെ പറ്റിയല്ല, സന്തോഷത്തെ പറ്റിയല്ല, സ്നേഹത്തെ പറ്റിയല്ല, ഐക്യത്തെ പറ്റിയില്ല, മറിച്ച് വാളിനെ പറ്റി അല്ലെങ്കിൽ ഭിന്നതയെ പറ്റിയാണ് യേശു സംസാരിക്കുന്നത്. അതേപ്പറ്റിയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ നാം ഇസ്രായേൽക്കാരെ പറ്റിയാണ് വായിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, പലതവണ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും പിറുപിറുക്കുകയും പാവം ചെയ്യുകയും ചെയ്തു. പലതവണ ദൈവം അവരെ ശിക്ഷിച്ചു. എന്നാൽ അവർ പശ്ചാത്തലിച്ചപ്പോൾ അവരെ വീണ്ടെടുക്കാൻ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സംഭവമാണ് ഇന്നത്തെ വായന നാം കാണുന്നത്. കർത്താവിനെതിരെയും മോശയ്ക്കെതിരെയും ജനങ്ങൾ പിറുപിറുക്കുന്നു. എങ്ങനെയാണ് അവരെ കർത്താവ് ശിക്ഷിക്കുന്നത്? അവരുടെ ഇടയിലേക്ക് സർപ്പങ്ങളെ അയക്കുകയാണ്. സർപ്പദംശനമേറ്റ് ഒത്തിരി പേർ മരിച്ചു. ഇപ്പോൾ പശ്ചാത്തപിച്ചപ്പോൾ കർത്താവ് മോശയോട് പറയുകയാണ് ചെയ്യുന്നത്, നീ ഒരു വടിയിൽ ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തണം. കർത്താവ് പറഞ്ഞനുസരിച്ച് മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തി. സർപ്പദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കുകയും അവർ ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ഇതേ രീതിയിൽ നാം ഓരോരുത്തരും കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും കർത്താവിന്റെ സ്നേഹത്തിൽ നടന്നു പോവുകയും വിശ്വാസം വ്യതിചലിക്കുകയും ചെയ്യുമ്പോൾ നാം എന്താണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്? ഇസ്രായേൽക്കാർ സർപ്പദംശനമേറ്റ് മരിച്ചെങ്കിൽ, ഒരു പിച്ചള സർപ്പത്തെ നോക്കി അവർക്ക് ജീവൻ ലഭിച്ചെങ്കിൽ, ക്രൂശനായ ക്രിസ്തു നാം വിശ്വസിക്കുമ്പോൾ, ക്രൂശനായ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ആ ക്രിസ്തു നോക്കുമ്പോൾ നമുക്കും യഥാർത്ഥമായ ഒരു ജീവിതം ലഭിക്കും. നമ്മുടെ ബന്ധങ്ങൾ മാറുകയും കെട്ടുകൾ അഴിയുകയും നമുക്ക് പാപം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പിച്ചള സർപ്പത്തെ നോക്കി അവർക്ക് ജീവൻ ലഭിച്ചെങ്കിൽ, ക്രൈസ്തവ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കർത്താവിനെ നോക്കുമ്പോൾ നമുക്ക് എത്ര അധികം അനുഗ്രഹങ്ങളായിരിക്കും ലഭിക്കുന്നത്. സക്കറിയുടെ പുസ്തകം 10-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത് രക്ഷയുടെ വാഗ്ദാനത്തെ പറ്റിയാണ്. 1-ാമത്തെ വായന നാം കണ്ടു എങ്ങനെയാണ് ഇസ്രായേൽക്കാരെ ഒരു പിച്ചള സർപ്പം മുഖേന ദൈവം രക്ഷിക്കുന്നതെന്ന്. ഈ വായന നാം കാണുന്നത് എങ്ങനെയാണ് യേശു നമ്മെ രക്ഷിക്കുന്നത് എന്നാണ്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടും, ഞാൻ അവരെ അനുസ്മരിക്കും, അവരെ ഞാൻ ബലപ്പെടുത്തും, അവർ മക്കളോടുകൂടി ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും, അങ്ങനെ ഞാൻ അവരെ രക്ഷിക്കും. എത്ര സുന്ദരമായ അനുഗ്രഹപ്രദമായ വചനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ചിതറിപ്പോയവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും, ഞാൻ അവരെ അനുസ്മരിക്കും, ഞാൻ അവരെ ബലപ്പെടുത്തും, അവർ മക്കളോട് ജീവിക്കുകയും ചെയ്യും, അങ്ങനെ ഞാൻ അവരെ രക്ഷിക്കും. നമ്മൾ ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിദൂരത്താണെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുവാനായിട്ടാണ് യേശു രക്ഷകനായി വന്നിരിക്കുന്നത്. ആ രക്ഷയുടെ വാഗ്ദാനം നമുക്ക് ഏവർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ യേശുവിനെ യേശുവിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മെ ബലപ്പെടുത്തുകയും നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യും. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ പൗലോസ് ഗലാത്യർക്ക് എഴുതുന്ന അന്തിമ നിർദ്ദേശങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. എന്താണ് പറയുന്നത്? ആദ്യത്തെ വായന നാം കേട്ടു, പിച്ചള സർപ്പത്തെ നോക്കിയവരെല്ലാം ജീവൻ പ്രാപിച്ചു. പൗലോസിനെ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്, കുരിശിലാണ് രക്ഷ, കുരിശില്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പ്രകാരം എഴുതിയിരിക്കുന്നു. കുരിശിലല്ലാതെ മറ്റൊന്നിനും
മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. യേശുവിനെ പ്രതി ലോകം എനിക്കും, ഞാൻ ലോകത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രൂശനായ ക്രിസ്തുവാണ് രക്ഷയുടെ അഭയ കേന്ദ്രം. അതിന് മാത്രം രക്ഷ ലഭിക്കുകയുള്ളൂ എന്ന് പൗലോസിനെ നമ്മെ ഓർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ഓരോരുത്തരും ആ ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പൗലോസിനെ പറയുന്നത്, കുരിശിലല്ലാതെ മറ്റൊന്നിനും മേന്മ ഭാവിക്കാതിരിക്കാൻ എനിക്കിടയായിരിക്കട്ടെ. അതാണ് കുരിശാണ് എന്റെ രക്ഷയുടെ കേന്ദ്രം. അതാണ് എന്നെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്ന് പൗലോസിനെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 തിരുവചനങ്ങളിൽ നാം കാണുന്നത് ഈശോയുടെ വളരെ വലിയ വ്യത്യസ്തമായ ഒരു വചന പ്രഘോഷണമാണ്. ഇപ്രകാരം ഈശോ പറയുകയാണ് ചെയ്യുന്നത്. ഈശോ പറഞ്ഞു, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വചനം നാം ശ്രവിക്കുമ്പോൾ നമുക്ക് ചില അസ്വസ്ഥത ഉണ്ടാകാൻ വഴിയുണ്ട്. എന്താണ് ഈശോ പഠിപ്പിക്കുന്നത്? സമാധാനത്തെ പറ്റിയല്ല, ഐക്യത്തെ പറ്റിയല്ല, സ്നേഹത്തെ പറ്റിയല്ല, സന്തോഷത്തെ പറ്റിയല്ല, മറിച്ച് ഭിന്നതയെ പറ്റിയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ശൈലിയുടെ അർത്ഥം എന്താണ്? പല സമയങ്ങളിലും ഈശോയുടെ വരവ് കുറെ പേർക്ക് ഭിന്നിപ്പിനും കുറച്ചു പേർക്ക് രക്ഷയുടെ അനുഭവമാണ് നിൽക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു വസ്തുതയാണ്. ഈശോയുടെ വരവ് കുറെ പേരെ ഭിന്നിപ്പിക്കുകയും കുറെ പേർക്ക് രക്ഷയുടെ അനുഭവമാണ് നൽകുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഈശോ പറയുന്നത് പോലെ ചില കുടുംബങ്ങളിൽ കുറച്ചു പേർ ഈശോ വിശ്വസിക്കുമ്പോൾ ഭിന്നത ഉണ്ടാകുന്നു. എന്താണ് കാരണം? കുറെ പേർ വിശ്വസിക്കുന്നില്ല. കുറച്ചു പേർ ഈശോ അനുഗമിക്കുമ്പോൾ കുറച്ചു പേർ എതിർക്കുന്നു. കുറച്ചുപേർ യേശുവിനെ വിശ്വസിക്കുന്നവരെ എതിർക്കുന്നു. അങ്ങനെ ഭിന്നത ഉണ്ടാകുന്നു. രണ്ടാമത് ഈശോ എന്താണ് പറയുന്നത്? ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈശോയുടെ വിശ്വാസം ഭിന്നതയുടെ വാളായി ഈശോ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും അധികം തീക്ഷ്ണത നമ്മളിൽ കാണണം. ഈശോയെ രക്ഷകനായി ഏറ്റു പറയുമ്പോൾ ഈശോയാൽ പ്രിയപ്പെട്ടവരെ, ചില സമയങ്ങളിൽ കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ ഉണ്ടാകും, എതിർപ്പുകളുണ്ടാകും. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ ആകാൻ ആഗ്രഹിക്കുന്നവനോട് എന്താണ് ഈശോ പറയുന്നത്? നീ കാരണം കുടുംബത്തിൽ ഭിന്നത ഉണ്ടായാൽ പോലും, പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നീ എന്നെ അനുഗമിക്കണം. അതാണ് നമ്മുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്, ഗുരുവിന് വേണ്ടി എതിർപ്പുകൾ സഹിക്കുവാനായിട്ട്, ശത്രുക്കളുണ്ടായാൽ അവർ സ്നേഹിക്കുവാനായിട്ട് നാം പഠിക്കണം. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് അതിനായിട്ട് നമുക്ക് സാധിക്കും. എന്താണ് നമ്മൾ ഓരോരുത്തരുടെയും നിലപാട്? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വിശ്വാസത്തെ പ്രതി, കർത്താവിന്റെ സ്നേഹത്തെ പ്രതി ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ, വെറുപ്പുണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? എതിർപ്പുകളിലും ഭിന്നതകളിലും യേശുവിനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഭിന്നതകളും വെറുപ്പുകളും പ്രയാസങ്ങളും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുമ്പോൾ ഒരു രക്തസാക്ഷിയാകുവാനായിട്ട് നാം തയ്യാറാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ വചനം ശ്രവിക്കുവാനായിട്ട് അവസരം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷകനായ യേശു ഞങ്ങളെ പഠിപ്പിച്ചല്ലോ, ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഐക്യമല്ല, ഭിന്നിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഇത് ഞങ്ങൾ കാണുന്ന ഒരു പ്രവണതയാണ്. അങ്ങേ സ്നേഹിക്കുന്നവർക്കെതിരെയും അങ്ങ് അനുഗമിക്കുന്നവരെതിരെയും ഒത്തിരിയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്കെതിരെ ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകുന്നു. ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ, സമൂഹത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒത്തിരിയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വെറുപ്പും വിദ്വേഷവും ഭിന്നതയുണ്ടായാലും യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അങ്ങയെ അനുഗമിക്കും, അങ്ങേക്കൂടി രക്തം ചെയ്യുന്നു. ഇനി ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തെക്കാൾ ഉപരി, സമൂഹത്തിലുള്ള വ്യക്തികളെ ഉപരി അങ്ങയെ സ്നേഹിക്കണമെന്നും അങ്ങേക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. പിച്ചള സർപ്പത്തെ നോക്കി ഇസാർക്ക് ജീവൻ ലഭിച്ചതുപോലെ ക്രൂശിനായ ക്രിസ്തുവിലൂടെ പൗലോസിലേക്ക് ഒരു മനപരിവർത്തനം ഉണ്ടായതുപോലെ അങ്ങയെ സ്വീകരിക്കുവാനും ക്രൂശിതനായ അങ്ങയെ അനുഗമിക്കുവാനായിട്ടും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവാദ്യത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.